ഹലോ എവരിവൺ, വെൽക്കം ടു പോർട്ട്ഫോളിയോസ്. നിങ്ങൾക്ക് ചൈനീസ് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുമോ? എന്താണ് അതിനുള്ള ഓപ്ഷൻ എന്ന് നിങ്ങൾക്ക് അറിയാമോ? അതിനെപ്പറ്റിയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതാണ് നിപ്പോൺ ഇന്ത്യയുടെ ഹാങ്സാങ് ബീസ് എന്ന ETF. ഇനി എന്താണ് ഈ ഹാങ്സാങ് എന്ന് ചോദിച്ചാൽ, ഇന്ത്യൻ മാർക്കറ്റിൽ നിഫ്റ്റി 50 പോലെ ചൈനീസ് സ്റ്റോക്ക് മാർക്കറ്റിലെ ഒരു ഇൻഡെക്സ് ആണ് ഈ ഹാങ്സാങ് എന്ന് പറയുന്നത്. ഈ ഹാങ്സാങ്ങിനെയാണ് ഈ ഹാങ്സാങ് ബീസ് എന്ന ETF ട്രാക്ക് ചെയ്യുന്നത്. ഇനി ഈ ETF-ലെ മെയിൻ കമ്പനീസ് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ബാങ്കിലെ HSBC ബാങ്ക്, ഈ HSBC ബാങ്ക്, അതുപോലെ ആലിബാബ കോർപ്പറേഷൻ, സയോമി, AIA ഗ്രൂപ്പ്, അതുപോലെ ടെൻസെന്റ് ഹോൾഡിങ്സ്, ഇങ്ങനെ നിരവധി കമ്പനികൾ ചേർന്നിട്ടാണ് ഈ ഒരു ETF ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ETF-ൻ്റെ യൂണിറ്റ് വാങ്ങുമ്പോൾ നിങ്ങൾ ഈ കമ്പനികളിലെല്ലാമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ സെക്ടർ വൈസ് അലോക്കേഷൻ നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും ഫിനാൻസ്, ഓട്ടോമൊബൈൽ, ടെക്നോളജി, ടെലികമ്മ്യൂണിക്കേഷൻ തുടങ്ങിയ സെക്ടേഴ്സിലാണ് ഇത് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഫിനാൻഷ്യൽ പെർഫോമൻസ് നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ ടോട്ടൽ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് 865 CR ആണ്. അതുപോലെ ഇതിൻ്റെ NAV നിയർലി 415 അടുപ്പിച്ചാണ്. ഇനി ഇതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ ആണെങ്കിലോ 0.93 ആണ്. ഇനി ഇതിൻ്റെ റിട്ടേൺ നമുക്ക് നോക്കിയാലോ, ഇതിൻ്റെ ലാസ്റ്റ് 1 year റിട്ടേൺ എന്ന് പറയുന്നത് അറൗണ്ട് 56.88% ആണ്. അതുപോലെ ലാസ്റ്റ് 3 year റിട്ടേൺ 13.4%, 5 year റിട്ടേൺ 5.84%. ഇനി ഇത് ലോഞ്ച് ചെയ്ത ടൈം തൊട്ടുള്ള CAGR എന്ന് പറയുന്നത് നിയർലി 8% ആണ്. ഇനി നിങ്ങൾക്ക് എങ്ങനെ ഇത് ബൈ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ നിന്നും യൂഷ്വലി സ്റ്റോക്ക് വാങ്ങുന്ന പോലെ തന്നെ ഹാങ്സാങ് ബീസ് എന്ന് സെർച്ച് ചെയ്ത് ഈ ഒരു ETF-നെ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക. കൂടാതെ നിങ്ങൾക്ക് ETF-നെ കുറിച്ച് കൂടുതലായി അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾ മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോ കാണാൻ ശ്രമിക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. താങ്ക് യു. Stock market investments are subject to market risk. Please do your own research before investing.